ഇനി നമുക്ക് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് കടക്കാം. ഇപ്പോൾ ബേസിക്കലി സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർക്ക് ഡയറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജിലെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാണ് മെഷീൻസ് ഈ കോഡ്സൊക്കെ തിരിച്ചറിയുന്നത്. അപ്പം സി എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് മെഷീൻസൊക്കെ ഈ കോഡുകൾ നമ്മൾ എഴുതി കൊടുക്കുന്ന കോഡുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് നമുക്ക് ഹിസ്റ്ററി ഓഫ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഹിസ്റ്ററി അല്ലേ, സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററിയിലേക്ക് കടക്കാം. The C language was invented at Bell Labs by Dennis Ritchie in 1972 for writing the Unique Operating System. അപ്പം യുണീക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി 1972 ഡെന്നിസ് റിച്ചി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് സി ലാംഗ്വേജ് കണ്ടുപിടിച്ചത്. അപ്പം ഫാദർ ഓഫ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡെന്നിസ് റിച്ചിയാണ്. Among the languages available at the time, BCPL, Basic Combined Programming Language, created by Martin Richards in 1966 was interesting. അപ്പം 1966 ഈ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ 1966 മാർട്ടിൻ റിച്ചാർഡ്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ BCPL, ബേസിക് കമ്പൈൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടുപിടിച്ചായിരുന്നു. കെൻ തോംസൺ ഹാസ് ഇവോൾവ്ഡ് ടു ഡിസൈൻ ബി ലാംഗ്വേജസ് ഫ്രം BCPL. അപ്പം ആദ്യമേ 1966 ബേസിക് കമ്പൈൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാർട്ടിൻ റിച്ചാർഡ് കണ്ടുപിടിച്ചു. പിന്നീട് കെൻ തോംസണ് BCPLൽ നിന്ന് തന്നെ ബി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് കണ്ടുപിടിച്ചു. വിത്ത് വിച്ച് ഹി ഇംപ്ലിമെൻറ്റഡ് ദ ഫസ്റ്റ് യൂണീക്ക് മിഷൻസ്. അപ്പോൾ ഫസ്റ്റ് യൂണീക്ക് മിഷൻസിന് വേണ്ടിയാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. ദ ഡ്രോബാക്സ് ഓഫ് ദ ബി ലാംഗ്വേജസ് formed the reason for Dennis M. Ritchie to develop the programming language C. അപ്പോൾ ഈ ബി ലാംഗ്വേജിന് ഒത്തിരി പോരായ്മകളുണ്ടായിരുന്നു. ഈ പോരായ്മകളെല്ലാം പരിഹരിച്ച് രൂപപ്പെടുത്തി എടുത്ത ഒരു ലാംഗ്വേജാണ് സി ലാംഗ്വേജ്. സോ ഇൻ 1971-73 ഡെന്നിസ് എം റിച്ചീസ് ടേൺഡ് ദി ബി ലാംഗ്വേജ് ഇൻ ടു ദി സി ലാംഗ്വേജ്. ആദ്യത്തെ ബി ലാംഗ്വേജിൻ്റെ പോരായ്മകളെല്ലാം കണ്ടുപിടിച്ച് തിരുത്തിയെങ്കിലും ബി ലാംഗ്വേജ് എന്നായിരുന്നു ഫസ്റ്റ് സി പ്രോഗ്രാമിൻ്റെ ലാംഗ്വേജ് പേര്. പിന്നീട് 1971-73 കാലഘട്ടത്തിൽ അതിന് ശരിക്കും സി ലാംഗ്വേജ് എന്ന് തന്നെ പേരിട്ടു. Keeping most of the language B syntax while adding data types and many other changes. അപ്പം ബി ലാംഗ്വേജിൻ്റെ സിൻടാക്സിൻ്റെ കൂടെ കുറേ ഡേറ്റാ ടൈപ്സും അതുപോലെ തന്നെ ഒത്തിരി മാറ്റം വരുത്തിയാണ് സി പ്രോഗ്രാമിംഗ് കണ്ടുപിടിച്ചത്. The C language had a powerful mix of high-level functionality and the detailed features required to program an operating system. അപ്പം സി പ്രോഗ്രാം എന്ന് പറയുന്നത് ഹൈ ലെവൽ ഫങ്ഷനാലിറ്റിയും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സും ഉൾക്കൊണ്ടുകൊണ്ടാണ് സി ലാംഗ്വേജ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. Therefore many of unique components were eventually rewritten in C. അപ്പോൾ അതുകൊണ്ട് തന്നെ യുണീക്സിൻ്റെ ഒത്തിരി കമ്പോണൻസ് റീറിട്ടേൺ ചെയ്യേണ്ടി വന്നു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തപ്പം. In 1983, the American National Standard Institute ANSI established a committee to provide a modern comprehensive definition of C. അപ്പോൾ 1983 ANSI എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഒരു മോഡേൺ കോംപ്രഹെൻസീവ് ഡെഫിനിഷൻ സി പ്രോഗ്രാമിന് കൊണ്ടുവന്നു. ദ റിസൾട്ടിംഗ് ഡെഫിനിഷൻ ANSI സ്റ്റാൻഡേർഡ് ഓർ ANSI C വാസ് കംപ്ലീറ്റഡ് in 1988. Today C is the most widely used system programming language. അപ്പം 1983 ANSI എന്ന് പറയുന്ന കമ്മിറ്റി സീനെ ഏറ്റെടുത്ത് ഇപ്പം നമ്മൾ ANSI C എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ സി ആണ് ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്ന സിസ്റ്റം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് സി ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. സി ലാംഗ്വേജ് ഈസ് എ ഫേമസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡ്യൂ ടു ഇറ്റ്സ് ക്വാളിറ്റീസ്. അപ്പം സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിൻ്റെ ക്വാളിറ്റീസിൽ തന്നെ ഫേമസ് ആണ്. സം ഓഫ് ദി ക്വാളിറ്റീസ്, നമുക്ക് ചില ക്വാളിറ്റീസ് നോക്കാം. First one, it is robust language whose rich setup of built-in functions and operator can be used to write any complex program. അപ്പം സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു റോബസ്റ്റ് ലാംഗ്വേജ് ആണ്. അപ്പോൾ റോബസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസും അതുപോലെ തന്നെ ഒരു കോംപ്ലക്സ് പ്രോഗ്രാമിങ്ങിനെ ഓപ്പറേറ്ററിന് റൈറ്റ് ചെയ്യാൻ ഈസി ആയതുകൊണ്ടുമാണ് എന്താ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു കരുത്തറ്റ ലാംഗ്വേജ് ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രോഗ്രാം റിട്ടൺ ഇൻ സി ആർ എഫിഷ്യൻറ്റ് ഡ്യൂ ടു സെവറൽ വെറൈറ്റി ഓഫ് ഡേറ്റ ടൈപ്സ് ആൻഡ് പവർഫുൾ ഓപ്പറേറ്റേഴ്സ്. അപ്പം സിയിൽ എഴുതിയ പ്രോഗ്രാം വെറൈറ്റി ഓഫ് ഡേറ്റ ടൈപ്സ് കൊണ്ടും അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സും കൊണ്ടും എഫിഷ്യൻ്റ് ആണ്. നെക്സ്റ്റ്, the C compiler combines the capabilities of an assembly language with the feature of high level languages. അപ്പം C compiler എന്താ ഹൈ ലെവൽ ലാംഗ്വേജസ് അല്ലേ. സി എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിൻ്റെ കേപ്പബിലിറ്റി എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിൻ്റെ ചില കേപ്പബിലിറ്റീസിന് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഹൈ ലെവൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. Therefore, it is well suited for writing both the system software and business package. അതുകൊണ്ട് തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ ബിസിനസ് പാക്കേജ് എഴുതുന്നതിന് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ സ്യൂട്ടഡ് ആണ്. There are only 32 keywords. Several standard functions are available which can be used for developing program. ഇപ്പോൾ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതിന് 32 കീവേഡ്സും സെവറൽ സ്റ്റാൻഡേർഡ് ഫങ്ഷൻസും യൂസ് ചെയ്താണ് ഒരു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. സി ഈസ് പോർട്ടബിൾ ലാംഗ്വേജ്. This means that C programs written for one computer system can be run on another system with little or no modification. സി എന്ന് പറയുന്നത് ഒരു പോർട്ടബിൾ ലാംഗ്വേജ്. അപ്പോൾ പോർട്ടബിൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൽ എഴുതിയ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേറൊരു സിസ്റ്റത്തിലും റൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പോർട്ടബിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. C language is well suited for structured programming. This requires user to think of problems in terms or function or modules or block. അപ്പോൾ സി പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലംസിനെ തന്നെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ മൊഡ്യൂൾസ് അല്ലെങ്കിൽ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എ കളക്ഷൻ ഓഫ് ദീസ് മൊഡ്യൂൾസ് മേക്ക് എ പ്രോഗ്രാം ഡീബഗിങ് ആൻഡ് ടെസ്റ്റിംഗ് ഈസിയർ. അപ്പം ഈ മൊഡ്യൂൾസിൻ്റെ കളക്ഷൻ അല്ലെങ്കിൽ ഫങ്ഷൻസിൻ്റെ കളക്ഷന് പ്രോഗ്രാം ഡീബഗിങ്ങും ടെസ്റ്റിങ്ങും എളുപ്പം ചെയ്യാൻ സാധിക്കും. സി ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് എബിലിറ്റി ടു എക്സ്റ്റെൻഡ് ഇറ്റ് സെൽഫ്. ഇപ്പം സി ലാംഗ്വേജിൻ്റെ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. എ സി പ്രോഗ്രാം ഈസ് ബേസിക്കലി എ കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് ദാറ്റ് ആർ സപ്പോർട്ടഡ് ബൈ ദി സി ലൈബ്രറി. We can continuously add our own functions to the library with the availability of large number of functions. ഇപ്പോൾ സി പ്രോഗ്രാമിന് ബേസിക്കലി ഒരു സി ലൈബ്രറിക്കകത്ത് കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കും നമ്മുടേതായ ഫങ്ഷൻസ് ഈ ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്ത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വർക്ക് ചെയ്യാൻ പറ്റും. മോസ്റ്റ്ലി പീപ്പിൾ യൂസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബിക്കോസ് ഇറ്റ് ഈസ് ഈസി ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഒട്ടുമിക്ക ആളുകളും ഈ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എളുപ്പം മനസ്സിലാക്കാനും വായിക്കാനും സാധിക്കുന്നു എന്നുകൊണ്ടാണ് ഈ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇപ്പോഴും എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഒരു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാം റണ്ണ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് ഒത്തിരി ടാസ്കുകൾ പെർഫോം ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പം സ്റ്റെപ്സ് ഫോർ എക്സിക്യൂട്ടിങ് എ സി പ്രോഗ്രാം. ഇപ്പം സി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സ് നമുക്ക് നോക്കാം.
there are several tasks that need to be performed before running a program like കോഡിങ്, കമ്പൈലിംഗ് ആൻഡ് ലിങ്കിങ്. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുമ്പ് അതിനെ കോഡ് ചെയ്യണം, കമ്പൈൽ ചെയ്യണം, ലിങ്ക് ചെയ്യണം. അങ്ങനെ ഡിഫറെൻറ്റ് ടാസ്ക് പെർഫോം ചെയ്യേണ്ടി വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ദ പ്രോഗ്രാം അല്ലെങ്കിൽ കോഡ് ദ പ്രോഗ്രാം. ആദ്യമേ എന്താ, നമുക്കൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണം. സെക്കൻഡ് കമ്പൈലിംഗ് ദ പ്രോഗ്രാം, ട്രാൻസ്ലേറ്റിംഗ് ദ പ്രോഗ്രാം ഇൻറ്റു ഒബ്ജക്റ്റ് കോഡ്. ഇപ്പം രണ്ടാമത്തേതെന്ന് പറയുന്നത് പ്രോഗ്രാം കമ്പൈൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പം ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്താലേ മെഷീൻസിന് എന്താ ഇത് നമ്മുടെ കമ്പ്യൂട്ടർ മെഷീന് ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആ പ്രോസസ്സാണ് എന്താ കമ്പൈലിംഗ് ദ പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്താ പ്രോഗ്രാം കോഡിലേക്ക്, പ്രോഗ്രാമിനെ ഒബ്ജക്റ്റ് കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിങ്കിങ് ദ പ്രോഗ്രാം വിത്ത് ഫങ്ഷൻസ് ദാറ്റ് ആർ നീഡഡ് ഫ്രം സി ലൈബ്രറി. അപ്പോൾ സി ലൈബ്രറിക്കകത്ത് നേരത്തെ റിസർവ്ഡ് ചെയ്ത് വെച്ചേക്കുന്ന കുറേ ഫങ്ഷൻസ് ഉണ്ടല്ലേ. അപ്പം ഈ പ്രോഗ്രാമിൻ്റെ കൂടെ എന്താ ഈ സി ലൈബ്രറിക്കുള്ള ഫങ്ഷനെ ലിങ്ക് ചെയ്യുന്ന സ്റ്റെപ്പാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ സ്റ്റെപ്പുണ്ട് എക്സിക്യൂട്ടിംഗ് ദ പ്രോഗ്രാം. പിന്നെ എന്താ, നമ്മളൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു, പിന്നെ എന്താ ഒബ്ജക്റ്റ് കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു, പിന്നെ എന്താ പ്രോഗ്രാമിനെ ലിങ്ക് ചെയ്തു, ഫങ്ഷനുമായിട്ട് ലിങ്ക് ചെയ്തു, പിന്നെ നമുക്കെന്താ എക്സിക്യൂട്ട് ചെയ്യാം, ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാം. ഇതാണ് ഒരു പ്രോഗ്രാം ഡെവലപ്പിൻ്റെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള വിവിധ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സി പ്രോഗ്രാം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ബേസിക് കമാൻഡ്സ്, ഒരു സി പ്രോഗ്രാം എഴുതുന്നതിന് വേണ്ട ബേസിക് കമാൻഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. അതിന് പറ്റിയ കമാൻഡ്സ് ഒക്കെ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ് ഹാഷ് ഇൻക്ലൂഡ് ലെസ് ദാൻ സിമ്പലിനകത്ത് stdio.h ഇൻഡ് മെയിൻ ഒരു 2 ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പിന്നെ /* അവർ ഫസ്റ്റ് സിമ്പിൾ സി ബേസിക് പ്രോഗ്രാം */printf ബ്രാക്കറ്റിനകത്ത് ഡബിൾ കോഡ്സിനകത്ത് ഹലോ വേൾഡ് സെമിക്കോളൻ get ch ബ്രാക്കറ്റ് സെമിക്കോളൻ റിട്ടേൺ 0 സെമിക്കോളൻ കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് കാണും, പ്രിൻ്റഫും get ch റിട്ടേൺ 0 ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മളൊരു സെമിക്കോളൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു പ്രോഗ്രാമും ഏതൊരു ലൈനും സി പ്രോഗ്രാമിങ്ങിൻ്റെ ഏതൊരു ലൈനും എൻഡ് ചെയ്യുന്നത് ഒരു സെമിക്കോളൻ വെച്ചിട്ടാണ്. ഇപ്പം നമുക്ക് നോക്കാം ബേസിക് കമാൻഡ്സ് യൂസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വണ്ണ് ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറയുന്ന കമാൻഡാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടത്. അതെന്ന് പറയുന്നത് ദിസ് ഈസ് എ പ്രീ പ്രോസസ്സർ കമാൻഡ് ദാറ്റ് ഇൻക്ലൂഡ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽ ഫ്രം ദി സി ലൈബ്രറി ബിഫോർ കമ്പൈലിംഗ് എ സി പ്രോഗ്രാം. ഏതൊരു സി പ്രോഗ്രാമിങ്ങിനും എന്താ ഒരു ഹെഡർ ഫയൽ കാണും. അപ്പോൾ ഈ സി പ്രോഗ്രാമിൻ്റെ ഒരു ഹെഡർ ഫയലാണ് stdio.h എന്ന് പറയുന്നത്. അത് സി ലൈബ്രറിക്കകത്താണ് കാണുന്നത്. അപ്പം നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന പ്രീ പ്രോസസ്സർ കമാൻഡ്സിനകത്താണ് ഈ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്ത് വച്ചേക്കുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനെ നമുക്ക് എൻ്റർ ചെയ്യാൻ ഉള്ള ഹെഡർ ഫയലാണ് ഇത്. അപ്പം ഈ ഹെഡർ ഫയലിനകത്താണ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന കമാൻഡ്സും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ചെയ്യുന്നതെല്ലാം സൂക്ഷിച്ച് വെച്ചേക്കുന്നത് ഈ സി ലൈബ്രറിക്കകത്ത് stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ് നമുക്ക് ഇൻപുട്ടിങ്ങിനും ഔട്ട്പുട്ടിങ്ങിനും ആവശ്യമായുള്ള എല്ലാ കമാൻഡും സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കണ്ടത് ഇൻഡ് മെയിൻ 2 ബ്രാക്കറ്റ്, ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ, ഒന്ന് ഓപ്പൺ ചെയ്യുന്നു ക്ലോസ് ചെയ്യുന്നു. ദിസ് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഫ്രം വെയർ എക്സിക്യൂഷൻ ഓഫ് എനി സി പ്രോഗ്രാം ബിഗിൻസ്. അപ്പം നമ്മുടെ സി പ്രോഗ്രാം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡ് മെയിൻ എന്ന് പറയുന്ന ഫങ്ഷനിലാണ്. അപ്പോൾ ഇൻഡ് മെയിൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഇല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം റൺ ആവത്തില്ല. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക,
ഒരു സി പ്രോഗ്രാം എപ്പോഴും ആരംഭിക്കുന്നത് ഇൻറ്റു മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ്. നമ്മൾ എവിടെയാണോ ഇൻറ്റു മെയിൻ എഴുതിയിരിക്കുന്നത് അവിടെ തൊട്ടേ പ്രോഗ്രാം റൺ ചെയ്യാൻ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു കേർലി ബ്രാക്കറ്റ്. ദിസ് ഇൻഡിക്കേറ്റ്സ് ദ ബിഗിനിങ് ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ. അപ്പം നമ്മുടെ മെയിൻ ഫംഗ്ഷൻ്റെ ബിഗിനിങ്ങിനെയാണ് ഈ കേർലി ബ്രാക്കറ്റ് സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, സ്ലാഷ്, സ്റ്റാർ, പിന്നെ അവർ ഫസ്റ്റ് സിമ്പിൾ സി ബേസിക് പ്രോഗ്രാം, സ്റ്റാർ സ്ലാഷ്. അപ്പം ഈ സ്ലാഷ്, സ്റ്റാർ സ്ലാഷ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് എഴുതി വെച്ച് കഴിഞ്ഞാലും കമ്പൈലേഷനോ പ്രോഗ്രാമിൻ്റെ കമ്പൈലേഷനോ എക്സിക്യൂഷനോ ഉപകരിക്കുകയില്ല. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. നമുക്ക് കമൻറ്റ്സ് എഴുതാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. വേറെവർ ഈസ് ഗിവൺ ഇൻസൈഡ് ദ കമാൻഡ് സ്ലാഷ് സ്റ്റാർ സ്ലാഷ് ഇൻ എനി സി പ്രോഗ്രാം വോണ്ട് ബി കൺസിഡർ ഫോർ കമ്പൈലേഷൻ ആൻഡ് എക്സിക്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എഴുതിയ എന്തും കമ്പൈലേഷനോ എക്സിക്യൂഷനോ ഉപകരിക്കുന്നില്ല. ജസ്റ്റ് യൂസർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്, നമുക്ക് കമൻറ്റ്സ് എഴുതാൻ വേണ്ടിയാണ് സാധാരണ സ്ലാഷ് സ്റ്റാർ സ്ലാഷ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ലൈൻ നോക്കിക്കേ, പ്രിൻ്റ് എഫ് ബ്രാക്കറ്റിനകത്ത് ഡബിൾ കോട്ട്സിൽ ഹലോ വേൾഡ്, പിന്നെ ലാസ്റ്റ് ഒരു സെമിക്കോളൻ. പ്രിൻ്റ് എഫ് കമാൻഡ് പ്രിൻറ്റ്സ് ദി ഔട്ട്പുട്ട് ഓൺ ടു ദി സ്ക്രീൻ. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രിൻ്റ് എഫ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഗെറ്റ് സി എച്ച്. ദിസ് കമാൻഡ് വെയിറ്റ്സ് ഫോർ എനി ക്യാരക്ടർ ഇൻപുട്ട് ഫ്രം കീബോർഡ്. അപ്പോൾ നമ്മൾ കീബോർഡിൽ നിന്ന് കൊടുക്കുന്ന ക്യാരക്ടറിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗെറ്റ് സി എച്ച് എന്ന് പറയുന്ന ഫങ്ഷന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗെറ്റ് സി എച്ചും എല്ലാം സ്റ്റാൻഡേർഡ് ലൈബ്രറിക്കകത്ത് ഉൾക്കൊള്ളുന്നതല്ലേ. അപ്പം ഗെറ്റ് സി എച്ച് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ക്യാരക്ടർ കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യുന്നുണ്ടോ എന്ന് സിസ്റ്റം നോക്കും. ഇനി നെക്സ്റ്റ് റിട്ടേൺ 0. ദിസ് കമാൻഡ് ടെർമിനേറ്റ് സി പ്രോഗ്രാം ആൻഡ് റിട്ടേൺ 0. അപ്പോൾ നമ്മൾ ഒരു ഇൻറ്റു മെയിൻ എന്ന് പറയുന്ന ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതിയായിരുന്നല്ലേ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ 0 കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്തു അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്തു എന്ന് സിസ്റ്റം വിചാരിക്കും. ഇനി ഒരു ബ്രാക്കറ്റ് ക്ലോസിംഗ് ഉണ്ടല്ലേ, ദിസ് ഇൻഡിക്കേറ്റ്സ് ദ എൻഡ് ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ്റെ എൻഡിനെ കാണിക്കാനാണ് ഈ കേർലി ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ബേസിക്കായിട്ട് ഒരു സി പ്രോഗ്രാമിംഗ് എഴുതുന്നത്. ഫസ്റ്റ് വണ്ണ് ഹാഷ് ഇൻക്ലൂഡ് stdio.h, നെക്സ്റ്റ് ഇൻറ്റു മെയിൻ, പിന്നെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, പിന്നെ കമൻറ്റ്സ് വേണമെങ്കിൽ കമൻറ്റ്സ് എഴുതുന്നു, പിന്നെ ഒരു പ്രിൻ്റ് എഫ്, ഗെറ്റ് സി എച്ച്, റിട്ടേൺ 0. അപ്പം നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കുക, നമ്മൾ ഏതൊരു സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാലും അതിനൊരു സെമിക്കോളൻ. സി പ്രോഗ്രാമിംഗ് എപ്പോഴും എൻഡ് ചെയ്യുന്നത് ഒരു സെമിക്കോളനിൽ ആയിരിക്കും. പിന്നെ എപ്പോഴും പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻറ്റു മെയിൻ എന്ന് പറയുന്ന ആ ഫംഗ്ഷനിൽ ആയിരിക്കും. ഇതാണ് ബേസിക്കായിട്ട് നമുക്ക് ഒരു സി പ്രോഗ്രാം എഴുതുന്നതിന് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ബേസിക് സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാം. സി പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാം. Structure of C program is defined by set of rules called protocol to be followed by programmer while writing C program. നമ്മൾ സി പ്രോഗ്രാം എഴുതുമ്പോൾ സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ പ്രോട്ടോക്കോൾസ് ഒരു പ്രോഗ്രാമർ ഫോളോ ചെയ്യുന്നുണ്ട്. ആ സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ പ്രോട്ടോക്കോൾസിനെയാണ് നമ്മൾ സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാം എന്ന് പറയുന്നത്. All C programs are having sections or parts which are mentioned below. എല്ലാ സി പ്രോഗ്രാംസിനും ഒരു സെക്ഷൻസ് അല്ലെങ്കിൽ പാർട്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെ സെക്ഷൻ ആണെന്ന് നമുക്ക് നോക്കാം. ഒരു ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ കാണും, രണ്ടാമത് ഒരു ലിങ്ക് സെക്ഷൻ കാണും, മൂന്നാമത് ഒരു ഡെഫിനിഷൻ സെക്ഷൻ കാണും, നാലാമത്തെ ഒരു ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ കാണും, അഞ്ചാമത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ സെക്ഷൻ കാണും, പിന്നെ നെക്സ്റ്റ് മെയിൻ ഫംഗ്ഷൻ കാണും, നെക്സ്റ്റ് ഫംഗ്ഷൻ കോളിംഗ് കാണും, നെക്സ്റ്റ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഓർ ഡെഫിനിഷൻ സെക്ഷൻ കാണും. അപ്പം നമുക്ക് ഒരു സി പ്രോഗ്രാം എക്സാമ്പിൾ നോക്കാം, സ്ട്രക്ചർ കാണാം.
ഇവിടെ തന്നേക്കുന്നത് സം ഓഫ് ടു നമ്പേഴ്സിൻ്റെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ തന്നേക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ പേടിക്കേണ്ട, മെയിൻ ഫങ്ഷനും മെയിൻ ഫങ്ഷനും ലിങ്ക് സെക്ഷനുമേ ഉള്ളൂ മെയിനായിട്ടും എല്ലാ പ്രോഗ്രാമിനും. ഇതിനകത്ത് അഡീഷണലായിട്ട് യൂസർ ഡിഫൈൻഡ് ഫങ്ഷനും ഫങ്ഷൻ ഡെഫിനിഷൻ സെക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പേടിക്കേണ്ട, പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പം എന്താണ് ഒരു ബേസിക് സ്ട്രക്ചർ, സി പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പഠിക്കാൻ വേണ്ടിയാണ് നമ്മളിത് നോക്കുന്നത്. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു /*//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 ് സി ബേസിക് സ്ട്രക്ചർ പ്രോഗ്രാം ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ ഡേറ്റ് 01/01/2019 1/1/2019 എന്നുള്ള ഡേറ്റ് നമ്മൾ കമൻസിനകത്ത് ഇട്ടേക്കും. അപ്പോൾ ഇത് കമ്പൈൽ ചെയ്യുകയോ റണ്ണ് ചെയ്യുകയോ ചെയ്യുന്നില്ല ഈ ഫസ്റ്റ് സെക്ഷൻ എന്നുള്ളത്. നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ കൊടുക്കുന്ന സെക്ഷനാണ് ഈ ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, #include stdio.h അത് ലിങ്ക് സെക്ഷനാണ്. ഹെഡർ ഫയൽസിനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെക്ഷനാണ് #include stdio.h എന്ന് പറയുന്ന ആ സെക്ഷൻ. ഇനി നെക്സ്റ്റ് int total = 0 ആ സെക്ഷനെ നമ്മൾ ഗ്ലോബൽ ഡിക്ലറേഷൻ ആൻഡ് ഡെഫിനിഷൻ സെക്ഷൻ എന്ന് പറയുന്നു. ഇവിടെയാണ് നമ്മൾ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നതും വേരിയബിൾസിലേക്ക് വാല്യൂസ് അസൈൻ ചെയ്യുന്നതും. ഇവിടെ നമ്മൾ ടോട്ടൽ എന്ന് പറയുന്ന ആ വേരിയബിളിന് 0 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഫങ്ഷൻ ഡിക്ലറേഷൻ സെക്ഷനാണ്. അപ്പം ഫങ്ഷനെ ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സെക്ഷനാണ് ഈ ഫങ്ഷൻ ഡിക്ലറേഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് 2 നമ്പേഴ്സിൻ്റെ സമ്മ് കാണണമെങ്കിൽ നമ്മൾ 2 വാല്യൂസ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം ഫങ്ഷൻ നെയിമിൽ. അപ്പോൾ നമ്മളൊരു ഫങ്ഷൻ ഇങ്ങനെയാണ് എഴുതുന്നത്: ഇൻറ്റ് സ്പേസ് സമ്മ് ബ്രാക്കറ്റിനകത്ത് ഇൻറ്റ് കോമ ഇൻറ്റ്. ഈ ഇൻറ്റ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും എന്താന്ന്. ഇപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള സെക്ഷനാണ് ഫങ്ഷൻ ഡിക്ലറേഷൻ സെക്ഷൻ. അപ്പം ഇനി നെക്സ്റ്റ് മെയിൻ ഫങ്ഷൻ ഇൻറ്റ് സ്പേസ് മെയിൻ ബ്രാക്കറ്റ്. ഇപ്പം മെയിൻ ഫങ്ഷന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, എപ്പോഴും നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ഇൻറ്റ് മെയിൻ ഫങ്ഷനകത്ത് വെച്ചാൽ. അപ്പം ആദ്യമേ സിസ്റ്റം ചെക്ക് ചെയ്യും ഇൻറ്റ് മെയിൻ എന്ന് പറയുന്ന മെയിൻ സെക്ഷൻ എവിടെയാണ് കിടക്കുന്നതെന്ന്. ഇപ്പം മെയിൻ സെക്ഷൻ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തൊട്ടേ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഏതൊരു പ്രോഗ്രാമിൻ്റെ സി പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മെയിൻ സെക്ഷനകത്തായിരിക്കും. ഇനി ഒരു കേർലി ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. printf ദിസ് ഈസ് എ സി ബേസിക് പ്രോഗ്രാം /n ഡബിൾ കോഡ്സ് സെമിക്കോളൻ. ഇപ്പം printf എന്നതിന് നമുക്ക് ഔട്ട്പുട്ടിനെ പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെക്ഷനാണ് printf എന്ന് പറയുന്നത്. printf എന്ന് പറയുന്ന കമാൻഡാണ് നമുക്ക് ഒരു ഔട്ട്പുട്ടിനെ പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കിക്കേ, ടോട്ടൽ = സം ഓഫ് 1,1 സെമിക്കോളൻ കൊടുത്തിട്ടുണ്ടല്ലേ. ഇപ്പം നമ്മൾ മുകളിൽ ഇൻറ്റ് സം ഓഫ് ഇൻറ്റ് കോമ ഇൻറ്റ് എന്ന് പറയുന്നൊരു ഫങ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് വാല്യൂസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അടുത്ത കമാൻഡ് എഴുതി കൊടുക്കുന്നത്. ടോട്ടൽ = സം ഓഫ് 1,1 എന്ന് പറയുന്നത് ഇതിന് കൊടുക്കുന്ന വാല്യൂസാണ്. സമ്മിന് നമ്മൾ കൊടുക്കുന്ന 2 വാല്യൂസാണ് 1,1 എന്നുള്ളത്. നെക്സ്റ്റ് നോക്കിക്കേ നിങ്ങൾ, printf ബ്രാക്കറ്റിനകത്ത് ഡബിൾ കോഡ്സിനകത്ത് സം ഓഫ് 2 നമ്പേഴ്സ് %d/n ടോട്ടൽ. അപ്പോൾ ഈ ടോട്ടൽ ഈ നമ്മൾ കൊടുക്കുന്ന ഈ സമ്മിൻ്റെ ടോട്ടൽ കാണാൻ അല്ലേ, മോഡിൽ ടോട്ടൽ എന്ന് പറയുന്ന ഒരു ഫങ്ഷന് നമ്മൾ എഴുതി താഴെ നമ്മൾ ആ ടോട്ടൽ എന്ന് പറയുന്നത് പ്രിൻറ്റ് ചെയ്താലേ നമുക്ക് ടോട്ടൽ കാണാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം അതിനുള്ളതാണ് നെക്സ്റ്റ്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, റിട്ടേൺ 0 എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്തു, അതിനുള്ളതാണ് റിട്ടേൺ 0. പിന്നെ കേർലി ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു.
ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കിക്കേ, ഇൻറ്റ് സം ഓഫ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. അപ്പോൾ ഇൻറ്റ് സം ഓഫ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി എന്നുള്ള എന്താ, മുകളിൽ നമ്മൾ ഇൻറ്റ് സം ഓഫ് ഇൻറ്റ് കോമ ഇൻറ്റെന്ന് ഫങ്ഷൻ ഡിക്ലെയർ ചെയ്തായിരുന്നല്ലേ. അപ്പം അങ്ങോട്ട് വാല്യൂസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ആണ് ഇൻറ്റ് സം ഓഫ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കിക്കേ, ഫങ്ഷൻ ഡെഫിനിഷൻ സെക്ഷനാണ്. ഇപ്പോൾ നമ്മൾ ഫങ്ഷനെ ഡിഫൈൻ ചെയ്താൽ എന്താ, ഇൻറ്റ് സമ്മ് ഓഫ് ഇൻറ്റ് കോമ ഇൻറ്റ് വിളിക്കുമ്പോൾ എന്താ വാല്യൂസിനെ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, കേളി ബ്രാക്കറ്റിനകത്ത് റിട്ടേൺ എ പ്ലസ് ബി കൊടുത്തിട്ടുണ്ട്, സെമിക്കോളൻ, കേളി ബ്രാക്കറ്റ് ക്ലോസിങ്. അപ്പം ഈ നമ്മൾ ടോട്ടൽ ഈസിക്കൽ ടു സം ഓഫ് 1,1 എന്ന് പറഞ്ഞ് 2 വാല്യൂസ് കൊടുത്തിട്ടുണ്ടല്ലേ. ഈ 2 വാല്യൂസും എന്താ ആഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും, എയിലേക്കും ബിയിലേക്കും റിട്ടേൺ ചെയ്യും. അങ്ങനെയാണ് നമുക്കെന്താ ടോട്ടൽ കിട്ടുന്നത്, ടോട്ടൽ സം കിട്ടുന്നത്. ഇങ്ങനെയാണ് ഒരു സി പ്രോഗ്രാം ഫങ്ഷൻ വെച്ചിട്ട് എഴുതുന്നത്. ഫങ്ഷൻ വെച്ച് എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലായിരിക്കും, എന്നാലും ജസ്റ്റ് ഒരു സി പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാം. ഡിസ്ക്രിപ്ഷൻ ഫോർ each section of a C program. Let us see about each section of a C basic program in detailed below. Please note that a C program may not be have all below mentioned sections except main function and link sections. ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളിവിടെ ഫങ്ഷൻ യൂസർ ഡിഫൈൻഡ് ഫങ്ഷനും ഫങ്ഷൻ ഡെഫിനിഷൻ സെക്ഷനൊക്കെ കണ്ടു. നിങ്ങളതൊന്നും ഓർത്ത് പേടിക്കേണ്ട. സാധാരണ ബേസിക് ആയിട്ടുള്ള ഒരു സി പ്രോഗ്രാമിന് ഒരു ലിങ്ക് സെക്ഷനും ഒരു മെയിൻ സെക്ഷനും മാത്രമേ കാണത്തുള്ളൂ. ഇത് നമ്മളെന്താ ഫങ്ഷൻസ് യൂസ് ചെയ്തുള്ള ഒരു സി പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഇത്ര സെക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളെന്താ സി പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പ്രോഗ്രാം എന്ന് പരിചയപ്പെട്ടത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ എന്താണെന്ന് നോക്കാം. We can give comments about the program, creation or modified date, author name, etc. in this section. The characters or words or anything which are given between /0 and /* and */ won't be considered by C compiler for the compilation process. This will be ignored by C compiler during compilation. Example, */* comment line 1, comment line 2, comment line 3, */. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിനകത്ത് നമ്മൾ എന്ത് എഴുതി കൊടുത്തു കഴിഞ്ഞാലും അത് /*//നകത്ത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്പൈൽ നടക്കത്തില്ല. നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിനകത്ത് നമ്മൾ കമൻറ്റ് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ലിങ്ക് സെക്ഷൻ. ഹെഡർ ഫയൽസ് ദാറ്റ് ആർ റിക്വയർഡ് ടു എക്സിക്യൂട്ട് എ സി പ്രോഗ്രാം ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് സെക്ഷൻ. അപ്പം നമുക്ക് സി പ്രോഗ്രാമിന് ആവശ്യമുള്ള ഹെഡർ ഫയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന സെക്ഷനാണ് ലിങ്ക് സെക്ഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് #include stdio.h എന്ന് പറയുന്നത് ഒരു ലിങ്ക് സെക്ഷനാണല്ലേ. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽ എന്ന് പറയുന്നത് stdio.h എന്നുള്ള ഹെഡർ ഫയലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡെഫിനിഷൻ സെക്ഷന്. In this section, variables are defined and values are set to these variables. ഇപ്പം ഡെഫിനിഷൻ സെക്ഷൻ എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യാനും വാല്യൂസിനെ സെറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന സെക്ഷനാണ് ഡെഫിനിഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ എക്സാമ്പിൾ നമ്മൾ കൊടുത്തേക്കുന്നത് ഇൻറ്റ് ടോട്ടൽ =0 എന്നുള്ള. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നു, അതിന് വാല്യൂസ് കൊടുക്കുന്നു. അതാണ് ഈ ഡെഫിനിഷൻ സെക്ഷനകത്ത് കൊടുത്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ. Global variables are defined in this section. When a variable is to be used throughout the program can be defined in this section. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിന് ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷനിനകത്ത് ഏതെങ്കിലും വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ അവസാനം വരെ അത് നിലനിൽക്കും. പക്ഷേ നമ്മൾ പ്രോഗ്രാമിൻ്റെ അകത്താണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ പ്രോഗ്രാം ആ സെക്ഷനിൽ തന്നെ അതിൻ്റെ വേരിയബിൾസ് ആ പ്രോഗ്രാമിനുള്ളിൽ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ നമ്മൾ
ഗ്ലോബലായിട്ടാണ് ഡിക്ലെയർ ചെയ്തെങ്കിൽ ആ സെക്ഷന് ഫുള്ളായിട്ടും നമുക്ക് ആ വേരിയബിൾസിനെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്നതാണ് ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ. ഇനി നെക്സ്റ്റ് ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ സെക്ഷൻ. ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് ഗീവ്സ് many information about function like return type, parameter names used inside the function. അപ്പോൾ ഒരു ഫങ്ഷന് എഴുതുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെക്ഷനാണ് ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ സെക്ഷൻ. അപ്പം ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ സെക്ഷനകത്ത് എന്താ, ഒരു ഫങ്ഷന് ഒരു റിട്ടേൺ ടൈപ്പ് കാണും, പാരാമീറ്റർ നെയിംസ് കാണും. ഒരു ഫങ്ഷനകത്ത് ഉപയോഗിക്കുന്ന പാരാമീറ്റർ നെയിംസ് കാണും, റിട്ടേൺ ടൈപ്സ് കാണും. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും ഒരു ഫങ്ഷൻ എന്താണെന്ന്. ഇപ്പം നമ്മൾ വാല്യൂസിനെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് സാധാരണ ഫങ്ഷന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മെയിൻ ഫങ്ഷൻ. എവരി സി പ്രോഗ്രാം ഈസ് സ്റ്റാർട്ടഡ് ഫ്രം മെയിൻ ഫങ്ഷൻ ആൻഡ് ദിസ് ഫങ്ഷൻ കണ്ടെയ്ൻസ് 2 മേജർ സെക്ഷൻസ് കോൾഡ് ഡിക്ലറേഷൻ സെക്ഷൻ ആൻഡ് എക്സിക്യൂട്ടബിൾ സെക്ഷൻ. അപ്പം ഏതൊരു സി പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫങ്ഷനകത്തായിരിക്കും. അപ്പം ഇതിന് 2 മേജർ സെക്ഷൻ ഉണ്ട്. ഒന്ന് ഡിക്ലറേഷൻ സെക്ഷനും ഒന്ന് എക്സിക്യൂട്ടബിൾ സെക്ഷനും. അപ്പം ഡിക്ലറേഷൻ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വാല്യൂസിനെ ഡിക്ലെയർ ചെയ്യാനും, എക്സിക്യൂട്ടബിൾ സെക്ഷൻ എന്ന് പറയുന്നത് ആ വാല്യൂസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഏതൊരു സി പ്രോഗ്രാമിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് മെയിൻ സെക്ഷൻ. അപ്പം മെയിൻ സെക്ഷൻ ഇല്ലെങ്കിൽ സി പ്രോഗ്രാം ഇല്ല. അപ്പം എപ്പോഴും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ, മെയിൻ സെക്ഷനകത്തായിരിക്കും. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ സെക്ഷൻ. യൂസർ ക്യാൻ ഡിഫൈൻ ദെയർ ഓൺ ഫങ്ഷൻ ഇൻ ദിസ് സെക്ഷൻ വിച്ച് പെർഫോം പർട്ടിക്കുലർ ടാസ്ക് ആസ് പെർ ദ യൂസർ റിക്വയർമെൻറ്റ്സ്. അപ്പം ഒരു യൂസറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അവരവരുടെ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സെക്ഷനാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ അതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് എഴുതി കൊടുക്കുന്നത് ഈ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ സെക്ഷനകത്തായിരിക്കും. ഇപ്പം 2 വാല്യൂസിനെ ആഡ് ചെയ്യണമെങ്കിൽ 2 വാല്യൂസിനെ ആഡ് ചെയ്യണമെന്നുള്ള ആ ഫങ്ഷൻ എഴുതി കൊടുക്കുന്നത് നമ്മൾ ഈ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ സെക്ഷനകത്തായിരിക്കും. പക്ഷേ അത് പെർഫോം ചെയ്യുന്നത് ഏതാ, മെയിനിനകത്തായിരിക്കും, മെയിൻ സെക്ഷനകത്തായിരിക്കും പെർഫോം ചെയ്യുന്നത്. നമ്മൾ താഴെ എന്താ, യൂസർ ഡിഫൈൻഡ് ഫങ്ഷന് ഉള്ള ഒരു ഫങ്ഷൻ എഴുതി കൊടുക്കുവാണ്. പക്ഷെ അത് പെർഫോം ചെയ്യുന്നത് മെയിൻ സെക്ഷനുള്ളിലായിരിക്കും. അപ്പം മെയിൻ സെക്ഷൻ ആദ്യമേ പ്രിൻ്റ് എഫ് നോക്കുന്നു. അപ്പം ദിസ് ഈസ് എ ബേസിക് പ്രോഗ്രാം, ദിസ് ഈസ് എ സി ബേസിക് പ്രോഗ്രാം എന്നുള്ളത് ആദ്യമേ എന്താ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യമേ അവർ നെക്സ്റ്റ് ലൈൻ നോക്കുമ്പോൾ ടോട്ടൽ ഈസിക്കൽ ടു സം ഓഫ് 1 + 1 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഇത് സി പ്രോഗ്രാം നോക്കും ഏതെങ്കിലും ഫങ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പം ഫങ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ എന്താ മുകളിൽ അതിനുള്ള ഫങ്ഷൻ ഡിക്ലറേഷൻ സെക്ഷൻ ഉണ്ട്. അപ്പം ഇതിൻ്റെ വാല്യൂസ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ബേസിക്കായിട്ട് എഴുതി കൊടുത്തേക്കുന്നത്, ഫങ്ഷൻ എഴുതി കൊടുത്തേക്കുന്നത് ഇൻറ്റ് സം ഓഫ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബിക്കകത്താണ്. അതിനകത്ത് നോക്കുമ്പം 2 വാല്യൂസിൻ്റെ സമ്മിന് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവരെന്നാ ഈ എയുടെയും ബിയുടെയും വാല്യൂ ആഡ് ചെയ്ത് അത് സം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ എന്താ സം എന്ന് പറയുന്ന ആ വേരിയബിളിനകത്ത് എന്താ ഇപ്പം 2 വാല്യൂസിൻ്റെ സമ്മാണ് കൊടുത്തേക്കുന്നത് അല്ലേ, റിട്ടേൺ എ ഇൻറ്റു ബി. ഇപ്പം എയ്ക്കും ബിക്കും നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ 1 അല്ലേ. അപ്പം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ഇപ്പോൾ ടോട്ടൽ ഈസിക്കൽ ടു സം ഓഫ് 1 എന്ന് പറയുന്ന ആ വേരിയബിളിലേക്ക് ടോട്ടലിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ പിന്നെ എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, പ്രിൻ്റ് എഫ് സം ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ ടോട്ടലിൻ്റെ വാല്യൂ ആണ് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. അങ്ങനെ എന്താ നമുക്ക് ടോട്ടലിൻ്റെ വാല്യൂ ഫുള്ളായിട്ട് പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നു. ഇങ്ങനെയാണ് ഒരു സി പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്.